യുവതി വിഷം കഴിച്ചു മരിച്ചു. തക്ക കാരണം കാണും. അങ്കമാലി ആഗസ്റ്റ് 11. അങ്കമാലിക്കടുത്ത് തുറവൂരിൽ ആഞ്ഞിലിമറ്റത്തിൽ കുഞ്ഞികൃഷ്ണന്റെ മകൾ ദേവയാനി 20 വയസ്സേ ഉള്ളൂ. വിഷം കഴിച്ചു മരിച്ചു. കഴിഞ്ഞ ഏതാനും വർഷമായി സുരേഷ് എന്ന യുവാവുമായി യുവതി പ്രേമത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. സുരേഷ് ഈടെയാണ് വിവാഹിതനായത്. സൊലേ ബലബലേ. കഷ്ടം, വെറും 20 വയസ്സ്. യോഗമില്ല. പശുക്കുട്ടിക്ക് 2 തല. പാലക്കാട്ടേക്ക് അടുത്ത വണ്ടി എപ്പോഴാ? പത്മനാഭ നീല പോയോ? ഇല്ല, വരേണ്ട സമയം ആവണേ ഉള്ളൂ. എവിടുന്ന് വരുമെന്നോന്ന്? ഇവിടെ എവിടെ വന്നതാ? ഡ്രൈവർ ശ്രീധരനില്ലേ, അയാളെ കാണാൻ വന്നതാ. അവന്റെ ആരാ? ആരുമല്ല, പണിക്ക് വിളിക്കാൻ വന്നതാ. മുതലാളിക്ക് 3 ലോറി ഉണ്ട്. അപ്പൊ അവൻ ദിവാരം വിള നടത്തുന്നു പോന്നു. പിന്നെ അതറിഞ്ഞില്ലേ? ഒടക്കിയാ പിരിഞ്ഞത്. എന്നിട്ട് വരാമെന്ന് പറഞ്ഞു. ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഗോവിന്ദനാശാനെയും മോളെയും ചിലപ്പോ കൂടെ കൊണ്ടുപോയിരിക്കും. അല്ലേ കേശവ? കുഴൽമന്നത്തൂന്ന് വേണമെങ്കിൽ രാത്രി വരാമല്ലോ. ഇന്നിട്ടിപ്പോ എന്ത് തീരുമാനിച്ച്? കുഴൽമന്നത്ത് പണിക്ക് പോണോ ഇല്ലേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇനി ഇവിടെ കയറി തല്ലും നിലകളും ഉണ്ടാക്കാനാണ് പരിപാടി. അവനെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. വേണ്ട. ഇപ്പൊ സൂചി ഇറക്കുന്ന പഴുതേ ഉള്ളൂ. ഇതൊന്ന് തൂമ്പാക്കായി ഇറങ്ങുന്ന വെറുതെ നിങ്ങൾക്ക് തലക്ക് വല്ല പറ്റുമുണ്ടോ? ഇനിയോ പ്രശ്നം വിടാനായിട്ടില്ലേ? തന്തയില്ലാത്തരം കാണിച്ചതും പോരാ, ആ തെണ്ടി അവന്റെ തന്തയും പറഞ്ഞോടും എന്താണെന്ന് അറിയാം. നിനക്ക് രാവിലെ വെച്ചോണ്ടിരിക്കുന്നത് ഞാനാണെന്ന്. നാട്ടുകാർക്ക് നല്ല നേരം പോക്കായി. നാക്കിന്റെ ചൊറിച്ചിൽ മാറുമല്ലോ. ഇതൊക്കെ കേട്ട് ഞാൻ കയ്യും കെട്ടി മിണ്ടാണ്ടിരിക്കണമെന്നാണ് ഈ പറയുന്നത്. നിങ്ങൾ നടന്നു പറഞ്ഞു. ഞാനല്ല ആൾക്കാർ ആശാന്റെ മോളെ പേടിച്ചു പുളിച്ച കറി വിളിച്ചു. പിന്നെ എന്താ നിങ്ങൾ ചെയ്യാൻ പോണേ? ഓരോ തല്ലി ചമ്മഞ്ചാക്കും, അല്ലെങ്കിൽ ഒന്ന് ജയിലിൽ പോകും. അതുകൊണ്ട് തീരെ പ്രശ്നം. ഈ പ്രശ്നം എത്ര നാട്ടിച്ച നിങ്ങളാ? ഞാനോ? പിന്നല്ലാതെ ഈ അങ്ങാടി കയറുന്ന പട്ടികളെ പോലെ കടിച്ചു കയറി നാട്ടുകാരെ ഒന്നും അറിയിച്ചില്ലേ? ഇത് തല്ലിത്തെറിക്കേണ്ട കാര്യ. നിങ്ങൾക്ക് പിന്നെ മുന്നും നോക്കണ്ടല്ലോ. കൈത്തർക്ക് മാറി തല്ലിയാൽ മതിയല്ലോ. ചീത്തപ്പേര് ഒന്നും ആർക്കാ? ആശാനും നോക്കൂ. ആ പൊന്നിന് ജീവിതം മുട്ടിയോ? ഇനി അത്ര പെട്ടെന്ന് ഒരു ചെക്കൻ ഓൾ ആലോചിച്ചു വരൂ. എന്താവൊന്നും ഉണ്ടാത്തേ? തമ്മിൽ തല്ലാൻ ആർക്കും കഴിയും. കൈക്കോർപ്പുണ്ടായാൽ മതി. കുടുംബത്തെ പ്രശ്നം തീർക്കാനേ ഇത് പോരാ. അവൻ പറഞ്ഞു നടക്കുന്നത് കേട്ടോ ആശാൻ? കേൾക്കുന്നുണ്ട്. 2 ചെവി ഉണ്ടായി പോയില്ലേ? പറയട്ടെ, എന്തു വേണമെങ്കിലും പറയട്ടെ. രാധ അനുഭവിക്കട്ടെ. നമ്മളാരും പറഞ്ഞിട്ടല്ലോ, അവിടെ ഒന്ന് കണ്ടുപിടിച്ചല്ലേ. പണ്ട് അവളുടെ കണ്ണീര് കണ്ട വിഷമായിരുന്നു. ഇപ്പൊ എത്ര കണ്ടാലും ഒരു വിഷമവുമില്ല. കണ്ട് ശീലായി. ഈ ഡോക്ടർമാര് പറഞ്ഞതൊക്കെ വെറുതെ ആണെന്ന് ഇപ്പൊ മനസ്സിലായോ നിനക്ക്? ഭക്ഷണത്തിന് പത്യം, ദേഹനങ്ങരുത്, മനസ്സ് വിഷമിക്കുന്നതൊക്കെ പറഞ്ഞില്ലേ അന്ന്? ഒക്കെ നുണയാ. അല്ലെങ്കിൽ എപ്പോഴേ കഴിഞ്ഞതിന് എന്റെ കാര്യം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്റെ ഈശ്വര. ആശാനെ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. എവിടെ ഒരു പണി ശരിയാണെന്ന് പറഞ്ഞില്ലേ? പോയി പണിയെടുത്ത് സ്വന്തം കാര്യം നോക്ക്. ഇതൊന്നും കാണാനും കേൾക്കാനും ഇങ്ങോട്ട് വരണ്ട. ഞാൻ രാധയെ കല്യാണം കഴിക്കട്ടെ ആശാനെ, അല്ലാതെ ഈ മാനക്കേട് മാറില്ല. വേണ്ട, അത് വേണ്ട. നീ സമ്മതിക്കില്ല. ചേട്ടൻ മറ്റൊന്നും മോടിച്ചിട്ടല്ല. അറിയാം, അച്ഛനോടുള്ള കടമ അല്ലേ? പക്ഷെ എനിക്കതിന് കഴിയില്ല ശ്രീധരേട്ട. ഒരിക്കലും ശ്രീധരേട്ടന് ചേർന്ന പെണ്ണല്ല ഞാൻ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ ശ്രീധരേട്ട ഇത് ഇപ്പൊ ചുമക്കണ്ട. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ. വേണ്ട, എനിക്കിതൊരു ശിക്ഷയാണ്. ശ്രീധരേട്ടൻ എന്റെ ഏട്ടൻ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ഇനി വരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ?
ശ്രീധരേട്ട, അയാൾ സുഖിക്കട്ടെ, ലോറിയും പണം ഉണ്ടാക്കി സുഖമായി ജീവിക്കട്ടെ. മലയാളില്ലേ ഇവിടെ? കുഞ്ഞിനെ മലയാളി വന്നതാ? ആ വന്നോ. ആ എന്നാ ഓഫീസിൽ കാണാം. അതെ. എന്താ? എന്റെ പേര് ശ്രീധരൻ, ഡ്രൈവറാ. ഓ, എത്ര കൊല്ലായി വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട്? 14 കൊല്ലായി. എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ആദ്യം 4 കൊല്ലം കാറിലായിരുന്നു. ബാക്കി 10 കൊല്ലം ദിവാരമ്മയുടെ ലോറിയിൽ. എന്നിട്ടെന്താ അവിടുന്ന് പോന്നേ? അത് പിന്നെ 1-2 പറഞ്ഞും തെറ്റി. എന്റെ ചങ്ങാതിയാ, കുഞ്ഞാലി, കിളിയ. അന്ന് ആള് വന്നപ്പോ ഇവന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. വനജയുമായിട്ട് എന്താ ബന്ധം? അങ്ങനെ ബന്ധമൊന്നുമില്ല, അറിയാം. അവളുടെ ഭർത്താവിന് ഇവിടെയായിരുന്നു ജോലി. ഞാൻ കുറച്ച് സഹായിച്ചിട്ടുണ്ട്. അവള് എന്നോട് പറഞ്ഞിരുന്നു. എനിക്കിപ്പോ ഒരു പുതിയ ലാൻഡ് വന്നിട്ടുണ്ട്. പഴയ വണ്ടി നിങ്ങൾ ഓടിച്ചോ? ഓ. അപ്പോ താമസം എങ്ങനെയാ? ദിവസവും പോയി വന്നാൽ മതിയോ അതോ? ഒരു കാര്യം ചെയ്യും, എന്റെ ഒരു സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ അമ്മാന്റെ ചായക്കടയുടെ തൊട്ടടുത്താ. അവിടെ കുടിക്കൂ. എന്താ? അപ്പോ നാളെ മുതൽ വണ്ടി എടുക്കാം അല്ലേ? ഓ ഓ. ആഹാ, എന്താ ഇത്? വണ്ടി മാറിയോ? ആ, ഇത് നമ്മുടെ മരക്കമ്പനിക്കാരൻ തോമാസ് ഒരാളുടെ വണ്ടിയാ. ഓ, എനിക്കറിയാം. നമ്മുടെ യാക്കൂബ് ഓടിച്ചിരുന്ന വണ്ടിയല്ലേ? അപ്പൊ എന്താ പഴയ വണ്ടിയിലേക്ക് പോന്നേ? അങ്ങനൊന്നുമില്ല, കുറെ നാളായില്ലേ നെട്ടോട്ടം. ഇനി കുറെ നാൾ നാട്ടിൽ കിടന്നോടാ. ഈ ചെകുത്താനും കൂടെ പോന്ന ഒരു റെസ്റ്റ് വേണ്ടടാ നാരായണ. ഇനിയിപ്പോ രാത്രി ആകുമ്പോ വല്ലയിടത്തും ചുരുണ്ടുപിടിക്കായിരുന്നു ഉറങ്ങാലോ. ഓ, അല്ലെങ്കിൽ ഇപ്പൊ ഉറക്കമില്ല. ഒരു 100 വിഷമ വേണ്ട, തടി കയറണേ. ഇല്ലു ചെല്ലുമ്പോ മുതലാളി അറിയും. പണ്ടത്തെ കാലം ഇനി പറ്റൂല. മുതലാളിന്റെ കണ്ണും പെട്ട് തരുന്നുള്ള കളി നടക്കുള്ളൂ. രാത്രിയും കാണാം. ഞങ്ങൾ ഇവിടെ തന്നെയാ താമസിക്കാൻ പോണേ. മുതലാളിയുടെ സ്ഥലമുണ്ടല്ലോ ഇവിടെ. ആഹാ, അപ്പൊ സുഖമല്ലോ. രാത്രി കാണാം. ആ, കാണാം. ഇതെങ്ങനെ ചവിട്ടോട്ട് നിൽക്കുന്നുണ്ടോ? ആ, വലിയ കുഴപ്പമില്ല. എന്താ ശ്രീധര, പുതുമണമാണെന്ന് അമ്മായിയമ്മ കൊണ്ടുവരുന്ന പോലെ ഒരു സാധനം. എന്ന് വെച്ചാൽ അമ്മാനും അമ്മായും പോലെ. നീ കുറച്ചാൾ അമ്മാന്റെ അയലോക്കാരോട് കൂടാൻ പോവാ. ഹൈ, വളരെ സന്തോഷമായി. വല്ലപ്പോഴും ഒരു 100 അടിക്കാമല്ലോ. പിന്നെന്താ, ഊണ് തീർന്നില്ല? തീരെ തീർന്നാൽ വെച്ച് വരും. ആ, കൈ എഴുതിട്ട് പോവാ. അതെ, ഒന്ന് 2 ആഴ്ചയായിട്ട് അമ്മായിന്റെ ചോറ് നങ്ങിട്ട് ഒരു സുഖം കിട്ടണില്ല. വേണ്ടടാ വേണ്ട, സുഖിപ്പിക്കണ്ട. ഒരു 14 രൂപ 80 പൈസ ഇങ്ങോട്ട് തരാനുണ്ട്. അത് മറക്കണ്ട. ഈ കുരുപ്പിന്റെ ഒരു ഓർമ്മശക്തി. രവി വണ്ടി മേടിച്ചോ? ആര് പറഞ്ഞു ഈ വിവരമൊക്കെ? ഒരിക്കൽ ഇവിടെ വന്നിരുന്നു. ഇവിടെ കണ്ട് ഒരു ലോറി കൊടുക്കാനുണ്ടെന്ന് കേട്ട് വന്നതാ. വില കൊണ്ടൊത്തില്ല. അവളെവിടെ? ഇവിടെ ചോറ് വിളമ്പി കൊടുക്ക്. നീ ഏത് അറിയത്തിനിടയിലാ പോയി കിടന്നേ? ചോറിന് ആളുകൾ വന്നത് കണ്ടില്ലേ? ഞാനൊരുവിടെ വെള്ളം കോരാൻ പോയതാ. നിന്നെ ഉത്തരിക്കാതെ വേഗം ചോറ് വിളപടി. അവളോട് ഇത്തിരി മയത്തിൽ പറഞ്ഞാ പോരെ എന്റെ അമ്മണി. മനുഷ്യ, ഊട്ടാൻ ചോറ് ഞാൻ മുഖത്തേക്ക് ഒഴിച്ചു തരും. എവിടെ ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ ഒരു സഹായാവും, എന്ത് പണിയും ചെയ്യും. എന്നിട്ടിപ്പൊ എന്തായി? തീറ്റയല്ലാതെ മറ്റൊന്നുമില്ല. ആസത്ത് സാരമില്ല. എന്റെ പെങ്ങടെ മോളാ. അളിയൻ 2 ആഴ്ച മുമ്പ് വണ്ടിടിച്ച് മരിച്ചു. തള്ളയില്ല, തന്തയില്ല.
ഇറച്ചി മീനോ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. ചെമ്മീൻ എന്താ ശ്രീധര എഴുന്നേറ്റ്? ഒന്നുമില്ല, ഒരു കല്ല് അടിച്ചു. പേരോടമ്മ വേണ്ട. മതി മതി ഇങ്ങോട്ട് എന്ത് കൂടിയാണ്ട് ഇങ്ങനെ ഉണ്ടോ കൂടി? നാരായണൻ എന്നോട് ഒരു അരക്കുപ്പി ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു. പുതിയ താമസമല്ലേ, ഒരാഘോഷമായിക്കോട്ടെ കരുതി. ആഘോഷം ഇന്നെനിക്ക് ഉറക്കം കിട്ടൂല. പണ്ടാരടങ്ങാൻ ഈ നശിച്ച നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് പ്ലാന്റാണ്? നിനക്കറിയില്ല, നിനക്കറിയില്ല എന്റെ മനസ്സിന്റെ നീറ്റല്. കുഞ്ഞാലി മതി മതി ഒഴിച്ചു കൊടുക്കൂഞ്ഞാലി. നിനക്കറിയോ, ഇന്ന് ഉച്ച കൊണ്ടിട്ടില്ല. വൈകുന്നേരം ഒരു ആംപ്ലേറ്റ് എന്നാ ഇന്ന് രാത്രി ഒട്ടും കഴിക്കൂല. ഉച്ചയ്ക്ക് ഞാൻ എങ്ങനെ ഉണ്ടൂടാ? ആ കണ്ണീര് നിന്റെ ചോറിലല്ല വീണത്. ചോറിനകത്തല്ല പച്ച തെറി എന്റെ തൊള്ളൽ വരെ കേട്ടോ. ഒന്നും ഇല്ലാണ്ടിരിക്കുന്നു. മിണ്ടുന്നില്ല, ഞാൻ പറഞ്ഞു കേട്ടു. ആ ഉച്ചക്ക് എന്ത് പറ്റി? ഞമ്മൾ അമ്മാന്റെ കടയിൽ ഒരു പുതിയ പെണ്ണ് വന്നിട്ടില്ലേ, ആ താറ് അവളെ ചീത്ത പറഞ്ഞത് അവളൊന്ന് കരഞ്ഞു. അവളെ കണ്ണീര് മൂപ്പരെ ചോറ്റിലൊന്ന് ഇറ്റിപ്പോയി. അതാണ് പറയുന്നത്. ഓഹോ, ആ കാര്യം പറയാതിരിക്കുക വേഗം. ആ പാക്കരേട്ടൻ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന പെണ്ണ. തള്ളയാണെങ്കിൽ ഒരു 4-5 കൊല്ലം മുമ്പേ മരിച്ചുപോയി. ആ വണ്ടി ഇടിച്ചിട്ടോമാര് നിർത്തിയിരുന്നെങ്കിൽ അതിന് വല്ല ഇൻഷുറൻസോ കാര്യങ്ങളോ ഒക്കെ കിട്ടിപ്പോയത്. ഇതിപ്പോ അതും ഇല്ല. നാരായണൻ കുത്തിക്കൊണ്ട് പോരുന്ന കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ഇങ്ങോട്ടാണെന്ന്. മുഴുവന് കയറ്റിയോ? ഇല്ല, കയറ്റിക്കോളി. ഇത് ഞാനാ അമ്മാൻ. എടോ, തന്റെ സ്വന്തം പെങ്ങളെ മോളല്ലോ ആ പെണ്ണ്. തന്റെ മോളായിരുന്നെങ്കിൽ ഇത്രയും ആളുടെ മുമ്പ് വെച്ച് അങ്ങനെ ചീത്ത പറയൂ? ചീത്തല്ലേ പറഞ്ഞുള്ളൂ, ദേഹോപദ്രവേൽപ്പിച്ചില്ലല്ലോ. അതൊന്നും സഹിക്കുന്നവനാണ്. 3 നേരം ഭക്ഷണം കഴിക്കണ്ടേ? ഇതിനേക്കാൾ നല്ല തീട്ട നിന്നതാ. അതിന് പറ്റാവുണ്ട്, മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റില്ലല്ലോ. എന്റെ കുട്ടി ഒറ്റയ്ക്ക് ഉപയോഗിച്ചു പോകുന്നേക്കാൾ ഭേദമല്ലേ ഇത്. ഒന്നില്ലെങ്കിലും അവളിപ്പോ ഒറ്റയ്ക്കല്ലല്ലോ. ആയ കാലത്ത് നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിന് വാവറില്ല. ഇപ്പൊ ഞാൻ മെലിഞ്ഞു, അമ്മ തടിച്ചു. ശ്രീധരൻ പറഞ്ഞു ശരിയാ, പട്ടി തന്നെ ഞാൻ പട്ടി. എന്റെ മോളെ വഴിയാധാരാക്കിയ ആ വണ്ടിക്കാരെ തലയില് ഇടുത്തി. ഞാൻ കാരണം ഇന്നലെ ഉച്ചയ്ക്ക് പട്ടിണിയായല്ലേ? എനിക്ക് വേണ്ടാഞ്ഞിട്ട്. വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, കണ്ണീര് വീണ ചോറുണ്ണാൻ അറച്ചിട്ടാണെന്നറിയാം. സങ്കടം പിടിച്ചിട്ട് കിട്ടിയില്ല. അമ്മായി അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കിട്ടിയെന്ന് എനിക്ക് ചീത്ത. ഇന്നേരം പറഞ്ഞിരിക്കാണ്ട് കടയിലേക്ക് വാടി വേഗം. സിംഗടിക്കാൻ കണ്ട സമയം.
എന്താ അമ്മായിരുന്നു രാവിലെ തന്നെ തുള്ളനും? നല്ല തല്ല് കിട്ടാത്തതിന്റെ കേടാ. ചെവിക്കലിന് 4 കീറി പോയാൽ തുള്ളനും ചാട്ടമൊക്കെ അവിടെ നിൽക്കും. ശരിയാ, അതിന് നല്ല കയ്യിലുള്ള ആണുങ്ങൾ വേണം. കുട്ടികൃഷ്ണ, എന്താണ് ചട്നി സാമ്പാറിനൊരു മധുരം? അതേ, സുന്ദരിമാരുടെ കൈ തൊട്ടിട്ട. അയ്യടാ ഇത് കാണാൻ എന്തൊരു ശേലും. അമ്മായി 2 ദോശ ഇടാണല്ലോ. ഇത് തന്നെ അവിടെ ദോശ കൊടുക്ക. നല്ല വാടിപൊത്ത ദോശ. ഇവിടെ ചായയാണോ കാപ്പിയാണോ വേണ്ടത്? രണ്ടിലേതാ വേണ്ടതെന്നാ ഒരു പ്രശ്നം. 2 ഒന്നിനൊന്ന് മെച്ചം. എന്നാ 2 എടുത്തോടാ, 2 കൊള്ളാം. താൻ ചായയാണോ കാപ്പിയാണോ ചോദിച്ചത്? ഇഷ്ടമുള്ളത് വയ്യേ. എന്താടാ നിന്റെ മുഖത്ത് ഇത്ര ഗൗരവം? നോക്കി കൊല്ലല്ലേ മനുഷ്യനെ. എടാ പിള്ളാരെ, അധികം വേണ്ടടാ, എറിഞ്ഞു പാട്ടില്ലേ, ഒന്ന് ജീവിച്ചോട്ടെ. എന്താ ശ്രീപുര, നിന്റെ മുഖത്തിനൊരു തെളിച്ചമില്ലാട്ടെ? അതുങ്ങൾ നാട്ടിലെ വോൾട്ടേജിന് കുറവുണ്ടാ. കടും ചാരായം കുടിച്ച് കണ്ണുമുഖം ഇരിക്കുന്നുണ്ടല്ലേ? നിങ്ങളെ കാശൊന്നുമല്ലല്ലോ, ഞാൻ പണിയെടുക്കണ കാശ. അമ്മായിയേ, ആരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഓ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ എടുത്തേ. തിന്നരിച്ചു. അല്ല അത് പോട്ടെ, ഇവിടെ തിന്നാൻ എന്തിനു വയറ് കത്തന്? ഇഡലി, ദോശ, പുട്ട്, കടല, വെറോട്ട, ഇറച്ചി. ഒരു കാര്യം ചെയ്ത് ഒരു കഷ്ണം കല്ലാത്തിലും കൂടി ഇരിക്കുന്നല്ലേ അങ്ങോട്ട് ഇരിക്ക്. ആരെങ്കിലും വരുന്ന സമയത്ത് ഒറ്റ എണ്ണത്തിന് കാണുകയില്ല. എടി ചെയ്തേ. അതാ വിളിക്കുന്നു കൂടെ, അങ്ങോട്ട് ചെല്ലേ. എനിക്ക് വയ്യ. എന്തൊക്കെ കമന്റ് അവറ്റോള് പറയണെന്നറിയോ? മോൾ അതൊന്നും ശ്രദ്ധിക്കണ്ട, ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാ മതി. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ വിളിച്ചു കേട്ടില്ലേ? കടയിൽ ആൾ വന്നിരിക്കുന്നു. ഇനി അതിന് എന്റെ കൈ തന്നെ വേണോ? അമ്മേ, ഞാൻ നോക്കിക്കോളാം. അപ്പൊ ചായ എടുക്കുന്നതോ? 2 ഞാൻ തന്നെ ചെയ്യുന്നത്. എവിടെ പിന്നെ എന്തിനാ ഇവിടെ പൂവിട്ട് പൂജിക്കാനോ? അമ്മേ, അടുക്കളയിൽ എന്ത് പണിയും ഞാൻ ചെയ്തോളാം. ദേവി ഇത് ഈ വണ്ടിക്കാരുടെ കളിയാക്കൽ കേൾക്കാൻ എന്നെ വിടരുത്. കളിയാക്കിയെന്നോ? ആര്? അവര് വല്ല തമാശ പറഞ്ഞെന്താ ഉരുവി പോവോ? ഇങ്ങനെ തമാശ പറയണേ. ആണുങ്ങളാവുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേന്നിരിക്കും. ഒരു കുടിച്ചൊന്നുമില്ലല്ലോ. അമ്മേ, അവർക്ക് ഇതൊന്നും കേട്ട് ശീലമില്ല. അയ്യേ, ആര്? ശീലാവതിയോ? അത്രയ്ക്ക് ബാധ്യതയൊന്നും ആകണ്ട. ആണുങ്ങൾ എന്തെങ്കിലും പറയുമ്പോ ഒന്ന് ചിരിച്ചു കാണിച്ചാ എന്താ തേഞ്ഞു പോവോ? എവിടെ പോലെ തന്നെ അല്ലയോ സുമതി? അവിടെ ഇപ്പം കണ്ണിരുന്ന് ഒലിപ്പിക്കുന്നില്ലല്ലോ. അവളെ പോലല്ലോ ഇവള്. ആ, ഇവക്കെന്താ വേറെ വല്ലതും ഉണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. 4 പേരുടെ കച്ചവടം കൂടുതൽ കിട്ടിയാലെന്താ കഴിക്കൂ? പെൺപിള്ളാരെ കാണിച്ച് കച്ചവടം പിടിക്കാനായിരിക്കും. എന്റെ ശ്രീധര, നീ വെറുതെ വേണ്ടാത്ത കാര്യത്തിലൊന്നും ഇടപെടാണ്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ തിന്നിട്ട് പോകാൻ നോക്ക്. എന്റെ നാക്കി ഓർമ്മ വരുന്ന നീ അവിടെ എങ്ങനെ പോയി? ആ മോളെ, ശ്രീധരേട്ടന് എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തോളൂ. നീതിന്യായം പറയുന്നവരെ എനിക്കറിയാം. ഇപ്പൊ ഹരിചന്ദ്രന്മാരാകുന്നു. അവിടെ എന്താ വേണ്ടേ? മുട്ടുമുട്ടക്കറി 2 ആക്കും. നിങ്ങളെന്താണ് വേണ്ടാത്തതിനൊക്കെ ചെയ്ത് തളരുന്നത്? വേണ്ടാത്താണെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് തന്നെ. പഴയ കുറ്റിയല്ലേ ഇതാ. എന്താണ് ഈ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയോ? ലോട്ടറി കച്ചവടം? ഇത് സൈഡ് ബിസിനസ്. 2 കച്ചവടം കൂടി കാശ് കുറച്ച് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഓ, എന്ത് കാശ്? നിന്റെ വാക്കിന് വിലയുണ്ടെന്ന് മനസ്സിലായി. ഇത് തോമാസ് മലയാളുടെ വണ്ടിയാ. ഞാനറിഞ്ഞു. താമസം ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു. ആ, പിന്നെ നീ എന്താന്ന് വരാന്ന്? ഇപ്പൊ എന്റെ കാശുണ്ട്, നമുക്കൊന്ന് കൂടണ്ടേ? ഞാൻ മണി മാറി കേട്ടോ. ഞാൻ നമ്മള് 4 ചാരാശോപ്പ് പോയി കുടിക്കോളാം. ഞാൻ ഒരു പ്രശ്നമല്ല. ഇന്ന് രാത്രി ഇങ്ങനെ ഇല്ല, ഞാനത് നിർത്തി. അത് കൊള്ളാം. നീ ഡിമാൻഡ് ഒന്നും കൂടണ്ട. പറയണ കാശ് ഞാൻ തരാറില്ലടി. എനിക്കിനി ആ കാശ് ആവശ്യമില്ല. എന്റെ കുമാരേട്ടൻ മരിച്ചു. എനിക്കിപ്പോ മരുന്ന് വാങ്ങണ്ട. ദിവസവും 60 രൂപ ഉണ്ടാക്കണ്ട. 24 മണിക്കൂറും എന്റെ മോന്റെ കൂടെ കഴിയാൻ എനിക്ക്. വേണ്ട ശ്രീധരേട്ട, ഇനി നിങ്ങളുടെ കാശ് ഞാൻ വാങ്ങില്ല. കുമാരേട്ടൻ മരിക്കണവരെ ഞാൻ ചെയ്യണതില് എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല. ദിവസം മരുന്ന് വാങ്ങണം, കാശുണ്ടാക്കണം. ഇപ്പൊ അത് വേണ്ട. 60 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് മോനും ഒരാഴ്ച കഴിഞ്ഞുകൂടാ. അത് ഞാൻ ഈ ടിക്കറ്റ് വിട്ടുണ്ടാക്കുന്നുണ്ട്.
ഇനി ശരീരം വിറ്റാല് ഞാനിന്ന് വെറുത്തു പോകും. വാങ്ങില്ല. ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല. ടിക്കറ്റ് എടുക്കാൻ ഒരെണ്ണം. കേരള, മാതൃഭൂമി, ഭൂട്ടാൻ, മേഘാലയ ഏതെങ്കിലും ഒരെണ്ണം. കുഞ്ഞാലിക്ക 10 ലക്ഷം മെമ്പറാ. തീരട്ടെ. ഏയ് 10 രൂപ. പോട്ടെ, വാ മോനെ. സുഖമായിട്ട് പോകണ്ടേ?